പാപങ്ങൾ ചെയ്യാനുള്ള എല്ലാ സാഹചര്യങ്ങളും എല്ലാ ഘടകങ്ങളും അനുകൂലമായിട്ട് അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് ഖൗഫം മിനല്ലാഹി തആല ഉടമസ്ഥനായ തമ്പുരാനെ ഭയന്നുകൊണ്ട് അവനെ ഓർത്തുകൊണ്ട് കുറ്റത്തിൽ നിന്ന് മാറി നിൽക്കലാണ് യഥാർത്ഥ തഖ്വ. മറ്റു കാരണങ്ങളാൽ, പ്രതിബന്ധങ്ങളാൽ, തടസ്സങ്ങളാൽ, വ്യഭിചാരമടക്കമുള്ള കുറ്റങ്ങളിൽ നിന്നൊരു മനുഷ്യൻ മാറി നിൽക്കുകയാണെങ്കിൽ, ഒഴിഞ്ഞു നിൽക്കുകയാണെങ്കിൽ, അതൊരു വിശ്വാസിയുടെ പൂർണ്ണതയായി ഇസ്ലാം കാണുന്നില്ല. കാരണം പ്രതിബന്ധങ്ങളും തടസ്സങ്ങളും അവന്റെ മുന്നിൽ നിന്ന് നീങ്ങിക്കഴിഞ്ഞാൽ തെറ്റുകുറ്റങ്ങളിലേക്ക് അവൻ പാഞ്ഞെടുക്കുന്ന ഒരു ചുറ്റുപാടായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ടുതന്നെ ഈമാനുള്ള മനുഷ്യൻ, അള്ളാഹുവിന്റെ പൊരുത്തവും പരലോക വിജയവും കാക്ഷിക്കുന്ന ഒരു സാധകൻ, ഒരു വിശ്വാസി, അവൻ സദാ കണ്ടുകൊണ്ടിരിക്കേണ്ടത് അള്ളാഹുവിനെയാണ്. അവൻ ഭയക്കേണ്ടതാ പടച്ച തമ്പുരാനെയാണ്. അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് കുറ്റത്തിൽ നിന്ന് മാറി നിൽക്കുന്നവൻ, അവനാണ് യഥാർത്ഥ മുത്തഖി. പർവ്വതങ്ങളിലേക്ക്, നാടും നഗരവും ഉപേക്ഷിച്ചുകൊണ്ട് പർവ്വതങ്ങളിലേക്കും വിജനമായ ഭാഗങ്ങളിലേക്കും ശുദ്ധമായ മനസ്സോടെ ആരാധന നടത്താൻ കടന്നുപോയ ഒരു പറ്റം സന്യാസിമാരുണ്ട് മുസ്ലിം സൂഫി ചരിത്രത്തിൽ. ശുദ്ധിയുള്ള മനസ്സോടുകൂടെ ആരാധന നടത്തുക എന്ന ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് അവർ പർവ്വതങ്ങളിലേക്കും കാടുകളിലേക്കും ജനങ്ങൾ കടന്നു വരാത്ത മേഖലകളിലേക്കും അവർ ഇറങ്ങി പുറപ്പെട്ടു. ആ ആളുകൾക്ക് പോലും ഈ ഉന്നതമായ തഖ്വ ആർജിക്കാൻ സാധിക്കില്ല എന്നതാണ് പരമാർത്ഥം. അല്ലാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി, ശുദ്ധമായ മനസ്സോടെ ആരാധന നടത്താൻ വേണ്ടി, കുറ്റങ്ങളുടെ സാഹചര്യം ഉപേക്ഷിക്കാൻ വേണ്ടി വിജനമായ ഭാഗങ്ങളിലേക്ക് കടന്നു ചെന്ന സന്യാസിമാർ, അവർക്കും യഥാർത്ഥ തഖ്വ ആർജിക്കാൻ, സമ്പാദിക്കാൻ സാധിച്ചിട്ടില്ല എന്നതാണ് വസ്തുത. കാരണം എന്താ? അത്തരത്തിലുള്ള ആളുകൾ, കുറ്റങ്ങളുടെ സാഹചര്യങ്ങളിൽ നിന്ന് അകന്നു ജീവിക്കുന്ന ആളുകൾ, അവരിലെ മനോവൃത്തികളെയും മാനുഷിക ദൗർബല്യങ്ങളെയും ദുർഗുണങ്ങളെയും ഉറക്കിക്കിടത്തി വളർത്തുകയാണ് അവർ ചെയ്യുന്നത്. കുറ്റം സംഭവിക്കാൻ സാധ്യതയുള്ള മേഖലയിലേക്ക് ഞാനില്ല, കുറ്റത്തിലേക്ക് ക്ഷണിക്കുന്ന മാർഗങ്ങളിലേക്ക് ഞാൻ പോവില്ല. ഇന്ന് നാട്ടിലും നഗരത്തിലും ഇറങ്ങാൻ വയ്യ, എല്ലാം പ്രതികൂല സാഹചര്യമാണ്, കുറ്റത്തിന് അനുകൂലമായ ഘടകങ്ങളാണ് അവിടങ്ങളിലൊക്കെയുള്ളത്, ഞാൻ അങ്ങാടിയിലേക്കില്ല എന്നു പറഞ്ഞൊരാൾ മാറി നിൽക്കുകയാണെങ്കിൽ അവനിലെ കാമവികാരം, അവനിലെ ആർത്തി, അവനിലെ കോപം, അവനിലെ അസൂയ അടക്കമുള്ള മനോവൃത്തികളെ അവൻ ഉറക്കിക്കിടത്തി വളർത്തുകയാണ്. ജ്ഞാനിയായ പേർഷ്യൻ ചിന്തകനായ സഅദി ശീറാസിയുടെ കവിതയിൽ കാണാം, ബദീദം ആബിദീദർ കോഹ് സാരി ഖനാഅത്ത് കർ ദേ അസ് ദുനിയാ ബവാരി ശറാഗുപ്തം വ ശഹ്റന്ദർ നയായി കെബാരി ബന്ദ് അസ് ദിൽബർ ഗുശായി. ഒരു സന്യാസി അല്ലാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി പർവ്വതങ്ങളിലേക്ക് കടന്നു ചെന്ന് അദ്ദേഹം അവിടെ ധ്യാന നിമഗ്നനായി കഴിച്ചുകൂട്ടുന്നു. ഞാൻ ഒരിക്കൽ ആ ഭാഗങ്ങളിലൂടെ യാത്രക്കാരനായി കടന്നു ചെന്നപ്പോ ആരാരുമില്ലാത്ത കൊടുങ്കാട്ടിൽ ആരാധന നടത്തിക്കൊണ്ടിരിക്കുന്ന ആ സൂഫിയെ കണ്ട് ഞാൻ ചോദിച്ചു, താങ്കൾക്ക് എന്തുകൊണ്ട് നാട്ടിലേക്ക് വന്നുകൂടാ? ഈ കാട്ടിൽ ഒറ്റയ്ക്ക് കഴിച്ചുകൂട്ടി മനസ്സിന്റെ സങ്കോചങ്ങളെല്ലാം ഒന്ന് ഇറക്കി വെക്കാൻ, മനസ്സിനൊരു ഉല്ലാസം കിട്ടാൻ ജനങ്ങളുടെ ഇടയിലേക്കും പട്ടണത്തിലേക്കും നാട്ടിലേക്കും നിങ്ങൾക്കൊന്ന് വന്നുകൂടെ? ബദീദം ആബിദീദർ കോഹ് സാരി ഖനാഅത്ത് കർ ദേ അസ് ദുനിയാ ബവാരി
ആ മനുഷ്യൻ ദുന്യാവിന്റെ സൗകര്യങ്ങളും സൗന്ദര്യങ്ങളും എല്ലാം ത്യജിച്ചുകൊണ്ട് ദുന്യാവിനെ ത്വലാഖ് ചൊല്ലിക്കൊണ്ട് ദുനിയാവിനെ മൂന്നും ചൊല്ലി പിരിച്ചുകൊണ്ടാണ് ആ പർവ്വത നിരകളിൽ ആരാധനക്കെത്തിയത്. ശരാഗുപ്തംബ ശഹ്റന്തർനയായി കെ ഭാരി ബന്ദ് അസ്ദിൽ ബർഗുശായി. എന്തിനാ ഇവിടെ ഒറ്റക്ക് ഇങ്ങനെ കഴിഞ്ഞു കൂടുന്നത്? പട്ടണത്തിലുമുണ്ടല്ലോ പള്ളികൾ, പട്ടണത്തിൽ ആരാധനക്കുള്ള അവസരമുണ്ടല്ലോ, അള്ളാഹുവിലേക്ക് അടുക്കാൻ നാട്ടിലും അവസരമുണ്ടല്ലോ, പിന്നെന്തിനാ കാട്ടിൽ വന്നൊറ്റക്ക് കഴിയുന്നത് എന്ന് അയാളോട് പറഞ്ഞപ്പോ അയാൾ പറഞ്ഞ മറുപടി, പട്ടണത്തിൽ നിറയെ സുന്ദരികളാണ്, പട്ടണത്തിലുള്ളതൊക്കെയും എന്റെ വിശുദ്ധി തകർക്കുന്ന ഘടകങ്ങളാണ്. പട്ടണത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ബിലിസാനിൽ ഹാലി വബിലിസാനിൽ ഖാൽ, എന്നെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു വ്യഭിചാരത്തിലേക്ക്, അരുതാത്ത കാര്യങ്ങളിലേക്ക്, തമ്മാടിത്തരങ്ങളിലേക്ക്. പട്ടണത്തിലുള്ളതൊക്കെ എന്നെ ഇങ്ങ് ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ഇറങ്ങി വന്നാൽ എന്റെ ശുദ്ധ ജീവിതം തകരും, ഉറപ്പാ. അതുകൊണ്ട് ഞാനില്ല എന്ന് പറഞ്ഞ് ആ സന്യാസി അവിടെ തന്നെ ധ്യാനത്തിൽ ഏർപ്പെട്ടു. ആ മനുഷ്യൻ ദീർഘനാളുകൾ അവിടെ വെച്ച് സമ്പാദിച്ച് പ്രയത്നിച്ച് പരിശ്രമിച്ച് പണിതി പടുത്തുയർത്തിയുണ്ടാക്കുന്ന തഖ്വയുടെ സൗധം, ഒരുപാട് നാള് ആയുസിന്റെ ഏറിയ കൂറും ആ വനമേഖലകളിൽ അധ്വാനിച്ചുണ്ടാക്കിയ തഖ്വ, ആ തഖ്വയും കൊണ്ടൊരു സുപ്രഭാതത്തിൽ നാട്ടിലിറങ്ങിയാൽ പളുങ്കു കൊട്ടാരം പോലെ അയാളുടെ തഖ്വ തകർന്ന് തരിപ്പണമാകും. പ്രതികൂല സാഹചര്യത്തിൽ പിടിച്ചു നിന്നുകൊണ്ടുള്ള സുഹൃദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെയാണ് പഠിപ്പിച്ചതും സമൂഹത്തിന് കാണിച്ചു തന്നതും. അവിശ്വാസികൾ, തെമ്മാടികൾ, പ്രതികൂല സാഹചര്യങ്ങൾ, കുറ്റത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭങ്ങൾ, അതോടുകൂടെ ജീവിക്കുക. അസ്സൈറു മഅൽ ഖൽഖി ഇലല്ലാഹ്, സൃഷ്ടികളോടൊന്നിച്ച് നിലകൊണ്ട് അള്ളാഹുവിലേക്ക് സഞ്ചരിക്കുക. അല്ലാതെ സൃഷ്ടികളിൽ നിന്ന് അകന്നു പോയിക്കൊണ്ട് അള്ളാഹുവിലേക്കുള്ള സഞ്ചാരമല്ല യഥാർത്ഥ പ്രപഞ്ച ത്യാഗം. സൃഷ്ടികളോടൊപ്പം, തെമ്മാടികളോടൊപ്പം, കുറ്റത്തിന്റെ സാഹചര്യങ്ങൾ, തിന്മയുടെ സാഹചര്യങ്ങൾ മുന്നിലുള്ളതോടൊപ്പം അസ്സൈറു ഇലല്ലാഹ്, അള്ളാഹുവിലേക്കുള്ള സഞ്ചാരം. ആ സഞ്ചാരത്തിനാണ് മുത്തഖികളെ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രാപ്തരാക്കുന്നത്. ആ തഖ്വയുടെ സന്ദേശമാണ് ഓരോ വെള്ളിയാഴ്ചയും മുഅ്മിനിനെ ഉണർത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തേ വർഷത്തിൽ ഒരിക്കൽ പോരെ, മാസത്തിൽ ഒരിക്കൽ പോരാ, ഓരോ ആഴ്ചകളിലെയും വെള്ളിയാഴ്ചകളിൽ ഈ ഒരു തഖ്വ, ഉറച്ച ബോധം, നാഥനെ കുറിച്ചുള്ള ഉറച്ച വിശ്വാസം അതുണ്ടാക്കി തീർക്കാൻ വേണ്ടിയാണ് ഈ വെള്ളിയാഴ്ചയുടെ സന്ദേശം തഖ്വയാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയത്. അതുകൊണ്ടാണ് ഖുർആനിലെ ഖസസുകളുടെ കൂട്ടത്തിൽ, ചരിത്രങ്ങളുടെ കൂട്ടത്തിൽ വളരെ സ്പഷ്ടമായി വ്യക്തമായി യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ഖിസ്സ അല്ലാഹു പറഞ്ഞു തന്നത്. ആ ഖിസ്സയുടെ ഏതെങ്കിലും ഒരു ഭാഗം മാത്രമല്ല അല്ലാഹു പറയുന്നത്, വിശദമായി തന്നെ അഹ്സനുൽ ഖസസ് എന്ന് പേരിട്ട്, ഏറ്റവും നല്ല പെർഫെക്റ്റ് ഹിസ്റ്ററി എന്ന് പേരിട്ട് അല്ലാഹു സത്യവിശ്വാസികളുടെ മുമ്പാകെ ആ ഖിസ്സ അവതരിപ്പിച്ചത് അതിനു വേണ്ടിയാണ്. എല്ലാ സാഹചര്യവും നിന്റെ മുന്നിൽ തിന്മയ്ക്ക് നിന്നെ മാടി വിളിക്കുമ്പോ ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ, എന്റെ ലക്ഷ്യം അല്ലാഹുവാണ്, എന്റെ ലക്ഷ്യം ആ അല്ലാഹുവിന്റെ പൊരുത്തമാണ്, എന്റെ അജണ്ട ആ അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരുടെ ഗേഹം ജന്നത്തുൽ ഫിർദൗസാണ്. ഈ ബോധം, ആ ബോധത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി, അതിനൊരു ഉണർവും ആവേശവും മാതൃകയും നൽകാൻ വേണ്ടിയാണ് ഈ ഖിസ്സ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ അവതരിപ്പിച്ച് പഠിപ്പിച്ചു തന്നത്. പറഞ്ഞല്ലോ, അതിന്റെ ചില ഭാഗങ്ങൾ നിങ്ങൾ കഴിഞ്ഞയാഴ്ച കേട്ടു. എന്തൊക്കെ സാഹചര്യങ്ങൾ? ബീവി സുലൈഖ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ ആകർഷിക്കാൻ വേണ്ട ഭാവങ്ങളും പ്രകടനങ്ങളുമായി കടന്നു വന്നു. ഒന്നും മിണ്ടാതെ, ഒന്നും ഉരിയാടാതെ, ഒരു വാക്കും പറയാതെ മഹാനായ സുന്ദരനായ ആ പ്രവാചകൻ, ബാല്യകാലക്കാരൻ, 20 വയസ്സുള്ള സമയം സുന്ദരനായ പ്രവാചകൻ, ആ പ്രവാചകനെ തന്നിലേക്ക് ആകർഷിക്കാൻ വേണ്ട ഭാവങ്ങളും പ്രകടനങ്ങളും
ബീബി സുലൈഹ പ്രകടിപ്പിച്ചു. പക്ഷേ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം പരിഗണിച്ചതേ ഇല്ല, ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയതേ ഇല്ല. രണ്ടാമതായി സാഹചര്യങ്ങളൊക്കെ അനുകൂലമായപ്പോ ഖുർആൻ പറഞ്ഞു വഗല്ലഖത്തിൽ അബ്വാബ വഖാലത് ഹൈതലക്. ആരുമില്ലാത്ത സമയം നോക്കി കൊട്ടാരത്തിന്റെ കവാടങ്ങളെല്ലാം കൊട്ടിയടച്ച് വഖാലത് ഹൈതലക്, യൂസുഫേ എന്നെ പ്രാപിക്കാൻ നീ ഒന്ന് വന്നാലുമെന്ന് പറഞ്ഞ് സുലൈഖ ബീവി ക്ഷണിച്ചപ്പോ അതിന് മറുപടി കൊടുത്തു, ശക്തമായ മറുപടി. എന്താ? ഖാല മഅഅല്ലാഹ് ഇന്നഹു റബ്ബി അഹ്സന മസ്വായ ഇന്നഹു ലാ യുഫ്ലിഹുൽ ളാലിമൂൻ. ഇല്ല, ഞാൻ അല്ലാഹുവിങ്കൽ അഭയം തേടുന്നു. അവനാണ് എന്റെ ഉടമസ്ഥൻ, അവനാണ് എനിക്ക് സൗകര്യങ്ങൾ ഒരുക്കി തന്നത്. അവനോട് ധിക്കാരം പ്രവർത്തിക്കുന്ന അക്രമികൾ ഒരിക്കലും വിജയിക്കുകയില്ല. നിങ്ങൾ എന്റെ യജമാനത്തിയാണ്, എന്റെ സയ്യിദത്താണ്. സയ്യിദത്തിന്റെ വാക്കിനനുസരിച്ചാൽ അള്ളാഹുവിനോട് ഞാൻ അക്രമം പ്രവർത്തിച്ചവനാകും. അള്ളാഹുവിനോട് അക്രമം പ്രവർത്തിച്ച ആളുകൾ ഒരിക്കലും ഇരുലോകത്തും വിജയിക്കുകയില്ല. എന്നെ ക്ഷണിക്കരുതെന്ന് പറഞ്ഞ് അവിടെ മാറി നിന്നു. അപ്പോഴോ സുലൈഖ കേറി പിടിച്ചു. കുറ്റത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി യൂസുഫ് നബി അലൈഹിസ്സലാം ഓടുന്നു മുന്നിൽ, പിറകിൽ സുലൈഖ ഓടുന്നു. പിറകു വശത്ത് വസ്ത്രത്തിൽ കേറി പിടിക്കുന്നു. ആ രംഗം അസീസ് രാജാവ് കണ്ണുകൊണ്ട് നേരിട്ട് കാണുന്നു. അപ്പോൾ പെണ്ണിന്റെ തനി നിറം, തനി സ്വഭാവം സുലൈഖ യൂസുഫ് നബിയിൽ കുറ്റമാരോപിക്കുന്നു. ഒരു മധ്യസ്ഥന്റെ, അവിടത്തെ അവരുടെ ബന്ധുവായ ഒരു മധ്യസ്ഥന്റെ മുമ്പാകെ വിഷയം ചർച്ചയ്ക്ക് വരികയും മധ്യസ്ഥന്റെ തീരുമാനത്തിലൂടെ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ നിരപരാധിത്വം തെളിയുകയും ചെയ്തപ്പോ അസീസ് രാജാവ് പറഞ്ഞു, യൂസുഫ് അഅ്രിദ് അൻ ഹാദാ, യൂസുഫെ ഇത് വിഷയമാക്കണ്ട, ഇത് ഇവിടെ അവസാനിക്കട്ടെ, ഈ പ്രശ്നം കൊട്ടാരത്തിൽ തന്നെ ഒതുങ്ങട്ടെ. വസ്തഗ്ഫിരി ലിദംബികി ഇന്നകി കുൻതി മിനൽ ഖാതിഈൻ. പെണ്ണേ സുലൈഖ, നീ കുറ്റക്കാരിയാണ്, നീ പശ്ചാത്തപിച്ചു മടങ്ങുക. പക്ഷേ രാജാവ് ഇത് സ്വകാര്യമാക്കി വെക്കാൻ ശ്രമിച്ചു എങ്കിലും നാട്ടിൽ ഇത് പാട്ടായി. വഖാല നിസ്വത്തുൻ ഫിൽ മദീനതി ഇംറഅത്തുൽ അസീസ് തുറാബിദു ഫതാഹ അൻ നഫ്സി ഖദ് ശറഫഹാ ഹുബ്ബാ ഇന്നാ ലനറാഹാ ഫീ ളലാലിൻ മുബീൻ. മിസ്രിലെ മംഗമാർ ഇത് പാട്ടാക്കി മാറ്റി. ഇത് ചർച്ചയായി അവർക്കിടയിൽ. അവർ പറഞ്ഞു, ഭൃത്യനെ പ്രണയിച്ച സുലൈഖ ഇന്നാ ലനറാഹാ ഫീ ളലാലിൻ മുബീൻ, അവൾ പിഴച്ചുപോയി, അവളെ പിഴവിൽ ഞങ്ങൾ കാണുന്നു എന്നൊക്കെ നാട്ടിൽ ചർച്ചയായപ്പോ മഹദി സുലൈഖ ബീവി ആ നാട്ടിലെ സ്ത്രീജനങ്ങളെ മുഴുവൻ കൊട്ടാരത്തിലേക്ക് സൽക്കരിക്കുന്നു. ഒക്കെ ഖുർആൻ പറയുന്നു, നേരെ ആയത്ത്. എന്നിട്ട് അവരുടെ കയ്യിൽ കത്തി കൊടുക്കുന്നു, മറ്റൊരു കയ്യിൽ പഴം കൊടുക്കുന്നു. എന്നിട്ടോ വഖാലത്തി ഖുർജ് അലൈഹിൻ, തന്നെ വിമർശിച്ച, തന്നെ കുറ്റപ്പെടുത്തിയ മിസ്രിലെ സുന്ദരികളായ സ്ത്രീകളെ കൊട്ടാരത്തിലെ ഹാളിൽ വിളിച്ചിരുത്തിയിട്ട് ഒരു കയ്യിൽ കത്തിയും മറ്റേ കയ്യിൽ പഴവും കൊടുത്ത് സുലൈഖ ബീവി പറഞ്ഞു, വഖാലത്തി ഖുർജ് അലൈഹിൻ, യൂസുഫേ ആ സ്ത്രീകളുടെ ഇടയിലൂടെ നീയൊന്നങ്ങ് നടക്കൂ. അങ്ങനെ സയ്യിദത്തിന്റെ യജമാനത്തിയുടെ വാക്ക് കേട്ട് പ്രവാചകൻ അവർക്കിടയിലൂടെ ഒന്നങ്ങ് നടന്നപ്പോ അല്ലാഹു പറയുന്നു, ഫലമ്മാ റഅയ്നഹു അക്ബർനഹു വഖത്തഅന അയ്ദിയഹുന്ന വഖുൽന ഹാശ ലില്ലാഹ് മാ ഹാദാ ബശറാ ഇൻ ഹാദാ ഇല്ലാ മലകുൻ കരീം. അവർക്കിടയിലൂടെ യൂസുഫ് നബി അലൈഹിസ്സലാം ഒന്നങ്ങ് നടക്കുക മാത്രമാണ് ചെയ്തത്. അവർ ആ പ്രവാചകനെ, ആ യുവകോമളനെ കണ്ടപ്പോൾ അക്ബർനഹു, അതൊരു മഹാസംഭവമായി അവർക്ക് തോന്നി. എന്നിട്ടോ വഖത്തഅന ഐദിയഹുന്ന, അവർ അന്താളിച്ച് പരിസരം മറന്ന് കയ്യിലുണ്ടായിരുന്ന കത്തി കൊണ്ട് അവരുടെ കൈകൾ വെട്ടിക്കളഞ്ഞു, മുറിച്ചു കളഞ്ഞു. അവർ പറഞ്ഞു, മാ ഹാദാ ബശർ,
ഇൻ ഹാദാ ഇല്ലാ മലകുൻ കരീം. ഇതൊരു അത്യുന്നത മാലാഖയാണ്, ഇത് മനുഷ്യനല്ല കേട്ടോ. ഉടനെ അവർക്ക് ബോധം വന്നു. അവരുടെ കൈകൾ മുറിഞ്ഞുപോയത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. ആ ചാൻസ് മുതലാക്കിയിട്ട് ആലത്ത് സുലൈഖ പറഞ്ഞു, ഇപ്പൊ എങ്ങനെയുണ്ട്? ഫദാലികുന്നല്ലദീ ലുംതുന്നനീ ഫീ. ഇപ്പൊ എങ്ങനെയുണ്ട്? ഒരൊറ്റ നോട്ടം കൊണ്ട് നിങ്ങൾ കൈമുറിച്ചു. എന്നാൽ രാവും പകലും ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും എന്റെ ചാരത്ത് തന്നെ കഴിയുന്ന ഈ സുന്ദരൻ, ഇവനെ കണ്ടൊന്ന് പ്രണയിച്ചു പോയെങ്കിൽ, ഞാനൊന്ന് ഇഷ്ടപ്പെട്ടു പോയെങ്കിൽ എന്റെ അടുത്ത് എന്തു തെറ്റാണ് പറ്റിയത്? ഒരൊറ്റ സെക്കൻഡ് നിങ്ങൾ കണ്ടപ്പോഴേക്ക് നിങ്ങൾ കൈകൾ മുറിച്ചില്ലേ? പരിസരം മറന്നില്ലേ? ഫദാലികുന്നല്ലദീ ലുംതുന്നനീ ഫീ. അല്ലാഹു പറയുന്നു, ഈ കാര്യത്തിലാണ് നിങ്ങൾ എന്നെ പഴിച്ചത്. ഇവന്റെ കാര്യം പറഞ്ഞിട്ടാണ് നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തിയത്. എന്നാൽ നിങ്ങളൊരു സത്യം കേട്ടോളൂ. വലഖദ് റാവത്തുഹു അൻ നഫ്സിഹി ഫസ്തഅസം. സത്യം, ഉറപ്പ്, തീർച്ച, ഞാൻ അവനെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ അവനെ പ്രേമിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്തഅസമ, അവൻ ആ പ്രേമത്തെ നിരസിച്ചു, അവൻ അതിനെ എതിർത്തു, അവൻ എന്നോട് സഹകരിച്ചില്ല, അവൻ പരിശുദ്ധനായി നിലനിൽക്കാനാണ് പരിശ്രമിച്ചത്. ഞാൻ അവനെ അവന്റെ മുമ്പാകെ കെണിയൊരുക്കിയെങ്കിലും ഫസ്തഅസം, അവൻ അതിൽ നിന്ന് കുതറി മാറി രക്ഷപ്പെട്ടു. തുടർന്ന് സുലൈഖ കൊട്ടാരത്തിലെത്തിയ ആ നാട്ടുകാരികളായ യുവതികളെ സാക്ഷി നിർത്തി പരസ്യ പ്രഖ്യാപനം നടത്തുന്നു. എന്താ പരസ്യ പ്രഖ്യാപനം? ഒരു നാണവുമില്ലാതെ, ഒരു ലജ്ജയുമില്ലാതെ ആ സ്ത്രീകളുടെ മുന്നിൽ വെച്ച് ബീവി സുലൈഖ പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനം അല്ലാഹു പറഞ്ഞു തരുന്നു. വലഇല്ലം യഫ്അൽ മാ ആമുറു ലയുസ്ജനന്ന വലയകൂന മിനസ്സാഗിരീൻ. ഇത്രയും സമയം അവൻ എനിക്ക് വഴിപ്പെട്ടിട്ടില്ല. അവസാനം ഒരു കനത്ത ഭീഷണിയാണ് ഇറക്കുന്നത് സുലൈഖ. പ്രലോഭനങ്ങളിൽ ഒന്നും പെടാതെ അള്ളാഹുവിനെ ഭയന്ന് പിടിച്ചു നിന്ന മഹാനായ യൂസുഫ് നബിയുടെ മുമ്പാകെ പിന്നെ സുലൈഖ എടുക്കുന്ന പുതിയ ഒരു ഐഡിയ ഏറ്റവും വലിയ ഒരു ഭീഷണിയാണ്. ആ പെണ്ണുങ്ങളോട് പറഞ്ഞു, വലഇല്ലം യഫ്അൽ മാ ആമുറു, ഇനിയും ഞാൻ പറയുന്നതിനവൻ അനുസരിച്ചില്ലെങ്കിൽ, ഞാൻ അവനിൽ നിന്ന് ആവശ്യപ്പെടുന്നത് എനിക്കവൻ നിറവേറ്റി തന്നിട്ടില്ലെങ്കിൽ, ലയുസ്ജനന്ന, അവൻ തുറങ്കിലകപ്പെടും, ജയിലിലകപ്പെടും. വലയകൂനാ മിനസ്സാഗിരീൻ, നിന്ദ്യനായി, നിസാരനായി ജയിലിൽ അവന് കഴിയേണ്ടി വരും. പച്ചക്കാണ് പറയുന്നത്. ഇനി ഇത്ര സമയം ഞാൻ പിറകെ കൂടിയിട്ട് എനിക്കവനെ കിട്ടിയില്ല, ഇനി ഞാൻ പറയുന്നത് കേട്ടില്ലെങ്കിൽ, എനിക്കവൻ കീഴ്പ്പെട്ടില്ലെങ്കിൽ ഞാൻ അവനെ തുറങ്കിലടക്കുകയും നിന്ദ്യമായ അവസ്ഥയോടെ കാരാഗ്രഹത്തിൽ അവന് ജീവിക്കേണ്ടി വരികയും ചെയ്യും എന്ന് പരസ്യമായി ആ സ്ത്രീജനങ്ങളുടെ മുന്നിൽ വെച്ച് സുലൈഖ പ്രഖ്യാപിക്കുകയാണ്. ഇത് കേട്ട മിസ്രിലെ സുന്ദരികളായ യുവതികൾ അവർ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ മുന്നിൽ വന്നു പറഞ്ഞു, അത്ഇ മൗലാതക്, അത്ഇ മൗലാതക്. യുവകോമളനായ സുന്ദരനായ മനുഷ്യ, അത്ഇ മൗലാതക്, നിന്റെ യജമാനത്തി സുലൈഖയെ കുറ്റം പറയാൻ ഒന്നുമില്ല. ഞങ്ങൾ അവിവേകമാണ് പറഞ്ഞത്, അവരെ കുറിച്ച് അതൊന്നും പറയാൻ പാടില്ല. യാഥാർത്ഥ്യം ഞങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് യൂസുഫേ, നിന്റെ യജമാനത്തിയായ സുലൈഖാക്ക് നീ വഴിപ്പെടണം. എന്തിനാ? ഞങ്ങളൊക്കെ നിന്നെ കൊതിക്കുന്നു, ഞങ്ങൾക്കൊക്കെ നിന്നോട് ഉത്കടമായ കൊതി തോന്നുന്നു. നിന്നെ കുറച്ച് സമയമെങ്കിലും കാണാൻ കിട്ടിയിരുന്നെങ്കിൽ എന്നതാണ് ഞങ്ങളുടെ ആശ. പല സ്ത്രീകളും യൂസുഫിന്റെ അലൈഹിസ്സലാം പിറകെ ഓടി എന്നാണ് തഫ്സീറുകൾ പറയുന്നത്. പിന്നെ സുലൈഖായുടെ ഉപദ്രവം മാത്രമില്ല, ആ നാട്ടിലെ സ്ത്രീകളുടെ ഉപദ്രവം. അവരൊക്കെ തിന്മയിലേക്ക് പ്രവാചകനെ ക്ഷണിച്ചപ്പോ മഹാനായ പ്രവാചകൻ പറഞ്ഞത് ഖുർആൻ പറയുന്നു. അതാണ് ആ കഥയിലെ ചരിത്രത്തിലെ ഗുണപാഠം.
ആ സ്ത്രീകൾ ഒന്നാകെ തിന്മയിലേക്ക് ക്ഷണിക്കുക. പിന്നെ എല്ലാവരും തിന്മയിലേക്ക് ക്ഷണിച്ചപ്പോ അത്രയും സമയം പിടിച്ചു നിന്ന യൂസുഫ് നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. ഖാല റബ്ബിസ്സിജ്നു അഹബ്ബു ഇലയ്യ മിമ്മാ യദ്ഊനനി ഇലൈഹി. ഖാല യൂസുഫ് നബി പറഞ്ഞു, റബ്ബി എന്റെ നാഥ, എന്റെ സംരക്ഷക, അസ്സിജ്നു അഹബ്ബു ഇലയ്യ മിമ്മാ യദ്ഊനനി ഇലൈഹി. എനിക്ക് കാരാഗ്രഹമാണ്, ജയിൽവാസമാണ്, ജയിലിലെ ഇരുട്ടറയാണ് പ്രിയങ്കരം. എനിക്ക് സന്തോഷവും ഇഷ്ടവുമായി തോന്നുന്നത് ജയിലറയാണ്. മിമ്മാ യദ്ഊനനി ഇലൈഹി. ഈ സ്ത്രീകൾ എന്നെ ക്ഷണിക്കുന്ന, ഇവരെന്നെ വിളിക്കുന്ന വ്യഭിചാരം എന്ന കുറ്റത്തേക്കാൾ എനിക്ക് പ്രിയങ്കരമായി തോന്നുന്നത് ജയിൽവാസമാണ് റബ്ബേ. ഒരു ഭാഗത്ത് ശരീരത്തിനും മനസ്സിനും താൽക്കാലിക സുഖം കിട്ടുന്ന ആനന്ദം അല്ലേ, മനുഷ്യ മനസ്സാഗ്രഹിക്കുന്ന ഒന്നാണ് വ്യഭിചാരം. അതോ കുലീനതയുള്ള രാജ്ഞിയാണ് ക്ഷണിക്കുന്നത്, മിസ്രിലെ സുന്ദരികളാണ് ക്ഷണിക്കുന്നത്. അക്കാര്യത്തിൽ ആ പ്രവാചകന്റെ മുന്നിൽ ഒരു ക്ഷാമവും ഉണ്ടാകുന്നില്ല. അവരെല്ലാവരും അക്കാര്യത്തിലേക്ക് ക്ഷണിക്കുന്നു. മനസ്സിന്റെ ആശ, ശരീരസുഖം, താൽക്കാലിക സുഖം അവിടെയാണ്. എന്നാൽ മനസ്സിന്റെ ഈ ആഗ്രഹത്തെ രോധിച്ചുകൊണ്ട്, തട്ടിമാറ്റിക്കൊണ്ട്, വെട്ടിമാറ്റിക്കൊണ്ട് അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി നിലകൊള്ളുന്ന മറ്റൊരു ഓപ്ഷൻ. ഈ രണ്ട് കാര്യങ്ങൾ, എത്ര പരീക്ഷണങ്ങളാണ്, എത്ര പ്രതിസന്ധികളാണ് ഈ പ്രവാചകന്റെ മുമ്പാകെ വരുന്നത്. അവിടെയൊക്കെ പിടിച്ചു നിന്ന പ്രവാചകൻ ഈ ഭീഷണിയുടെ മുന്നിലും മുട്ടുമടക്കാതെ അള്ളാഹുവിനോട് മനമുരുകി പ്രാർത്ഥിച്ചു, പടച്ചവനെ, എനിക്ക് ജയിലാണെങ്കിൽ ജയിൽ മതി, ഈ തിന്മ എനിക്ക് വേണ്ട, ഈ തെമ്മാടിത്തരത്തിൽ എന്നെ നീ പെടുത്തരുത് റബ്ബേ. എന്നിട്ട് പറയുന്ന പ്രാർത്ഥന, وَإِلَّا تَصْرِفْ عَنِّي كَيْدَهُنَّ أَصْبُ إِلَيْهِنَّ وَأَكُنْ مِنَ الْجَاهِلِينَ. ഇത് വലിയൊരു പാഠമാണ്. നീ ഇത്തരം കുറ്റകൃത്യങ്ങളിലേക്ക് പോയിട്ടുണ്ട്. ഞാനൊന്നും അങ്ങനെയൊന്നും പോവില്ല, എനിക്കെന്ത് ഈമാണ്ട് അറിയോ. സുബഹി കല ആകെ ഒരു ഈമാനുള്ള മനുഷ്യൻ അങ്ങനെ കല ആക്കാൻ പറ്റുക? അത് ആ ടൈമിൽ അങ്ങോട്ട് ഞെട്ടി ഉണരൂല. ഞാനൊന്നും തീരെ കല ആക്കാറില്ല. ലൈംഗിക വിശുദ്ധിയോ, ഞാൻ ഈ കാലം വരെ ഞാൻ ആ വിഷയത്തേക്ക് പോയിട്ടില്ല. ഇത് പൊങ്ങച്ചമാണ്, ഇത് കിബറാണ്, ഇത് കിബറാണ്. യൂസുഫ് നബി അലൈഹിസ്സലാം ഇത്രയും സമയം പിടിച്ചു നിന്നിട്ട് സുലൈഖായുടെ മോഹന വാഗ്ദാനങ്ങളും പ്രലോഭനങ്ങളും ഭീഷണികളും വന്നിട്ടും പിടിച്ചു നിന്ന പ്രവാചകൻ അള്ളാഹുവിനോട് വിറക്കുന്ന മനസ്സോടെ, കൈകാലുകളോടെ നോവുന്ന മനസ്സോടെ അള്ളാഹിനോട് പറഞ്ഞത്, وَإِلَّا تَصْرِفْ عَنِّي كَيْدَهُنَّ أَصْبُ إِلَيْهِنَّ وَأَكُنْ مِنَ الْجَاهِلِينَ. പടച്ചവനെ, വഇല്ലാ തുസ്രിഫു അന്നി കൈദഹുന്ന, ഈ സ്ത്രീകളുടെ കുതന്ത്രം എന്നിൽ നിന്ന് നീ തട്ടിമാറ്റിയിട്ടില്ലെങ്കിൽ, അവരുടെ കെണികളെ നീ തകർത്തിട്ടില്ലെങ്കിൽ, അവർ എന്നെ ആകർഷിക്കാൻ വേണ്ടി, എന്നെ തിന്മയിലേക്ക് വലിച്ചു കൊണ്ടുപോകാൻ വേണ്ടി ഉണ്ടാക്കിയ ഈ കുറ്റകൃത്യത്തിലേക്ക് ക്ഷണിക്കുന്ന ഓരോ ചതിയുടെ കുഴികൾ, അതിൽ നിന്ന് നീ എന്നെ കാത്തില്ലെങ്കിൽ, അവരുടെ ചതിയിൽ നിന്ന് നീ എന്നെ സംരക്ഷിച്ചിട്ടില്ലെങ്കിൽ, അസ്ബു ഇലൈഹിൻ, ഞാൻ അവരിലേക്ക് വീണു പോകും തമ്പുരാനെ. പടച്ചോനെ, നീ കാത്തിട്ടില്ലെങ്കിൽ, അവരെ ചതിയിൽ നിന്ന് നീ എന്നെ രക്ഷിച്ചിട്ടില്ലെങ്കിൽ, അസ്ബു ഇലൈഹിന്ന, ഞാൻ വീണു പോകും കേട്ടോ, ഞാൻ പെട്ടുപോകും പടച്ചോനെ. വഅകും മിനൽ ജാഹിലീൻ, പെട്ടുപോയാൽ പിന്നെ ഞാൻ ജാഹിലായി. വ്യഭിചരിക്കുന്ന മുസ്ലിമേ, നീ ജാഹിലാണ്. ജാഹിൽ എന്ന് പറഞ്ഞാൽ വിഡ്ഢി, പരമവിഡ്ഢി. എന്തുകൊണ്ട് വിഡ്ഢിയായി? നീ ഒരു നിമിഷത്തെ, സെക്കൻഡുകളുടെ സുഖത്തിനു വേണ്ടി നീ നിന്റെ സ്വർഗീയ സുഖത്തെ തകർത്ത് കളഞ്ഞു. ഖുർആനിന്റെ ഭാഷയാണത്. വഅകും മിനൽ ജാഹിലീൻ, പടച്ചവനെ, ഞാൻ ജാഹിലീങ്ങളിൽ പെട്ടുപോകും, അതുകൊണ്ട് നീ തന്നെ കാത്തുരക്ഷിക്കണേ. ഇതൊന്നും നമ്മുടെ കഴിവായിട്ടും നമ്മുടെ മഹത്വമായിട്ടും നമ്മുടെ വ്യക്തിത്വത്തിന്റെ ഗുണമായിട്ടും ആരും പറയണ്ട.
ഇതിൽ നിന്ന് അകന്നു നിൽക്കുക, മാറി നിൽക്കുക. പടച്ചവനോട് പറയാ, റബ്ബേ ഈ പരിശുദ്ധിയോടെ മരണം വരെ കൊണ്ടുപോകണേ റബ്ബേ, ആ തിന്മയിൽ വീഴ്ത്തല്ലേ എന്ന് മനമുരുകി വേദനിക്കുന്ന മനസ്സോടുകൂടെ പ്രാർത്ഥിക്കണമെന്നാണ് ഈ ഖിസ്സയിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നത്. എന്നിട്ടോ യൂസുഫ് നബി അലൈഹിസ്സലാം ജയിലിൽ അടക്കപ്പെട്ടു, കാരാഗ്രഹത്തിൽ അകപ്പെട്ടു. എന്തുകൊണ്ട്? കുറ്റവാളിയായിട്ടല്ല. അക്കാലത്തെ രാജഭരണകൂടത്തിന്, രാജാക്കന്മാർക്ക് ബോധ്യമുണ്ടായി, ഇനിയും ഈ അടിമയെ, ഭൃത്യനെ നാട്ടിൽ സ്വതന്ത്രനായി വിട്ടാൽ നമ്മുടെ നാട്ടിലെ പെണ്ണുങ്ങളൊക്കെ വഴിതെറ്റിപ്പോകും. അതുകൊണ്ട് തന്നെ ഇനി ജയിലിൽ അടക്കുകയല്ലാതെ മാർഗമില്ലെന്ന് ബോധ്യപ്പെട്ട സമയത്ത് രാജഭരണകൂടം ആ പ്രവാചകനെ ഈ കാരണത്താൽ വർഷങ്ങൾ ജയിലിലാക്കി. അള്ളാഹ് പറഞ്ഞല്ലോ. ഈ എന്തിനായി ചരിത്രം ഇങ്ങനെ അള്ളാഹു പറഞ്ഞത്? ഞാനിപ്പോ ഈ ആയത്ത് മുഴുവൻ ഓതിയിട്ടില്ല, ചരിത്രത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും കടന്നു ചെന്നിട്ടില്ല. അതിന്റെ കാതലായ ഭാഗം മാത്രം ഒന്ന് ഉദ്ധരിച്ചു എന്ന് മാത്രം. എന്തിനാണ് ഈ ചരിത്രം പറഞ്ഞത്? മുസ്ലിമീങ്ങളെ, സ്വർഗം കാക്ഷിക്കുന്നവരെ, അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി അധ്വാനിക്കുന്നവരെ, പരിശ്രമിക്കുന്നവരെ, നിങ്ങൾക്ക് ഏറ്റവും വലിയ കുറ്റകൃത്യമായ വ്യഭിചാരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കൊതിയുണ്ടെങ്കിൽ നിങ്ങൾ ഇമാമായിട്ട്, അൽ ഇമാമു മൻ യുഖ്തദാ ബിഹി, അനുകരിക്കപ്പെടാവുന്ന നേതാവായി നിങ്ങൾ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ പിൻപറ്റണം. ഖുർആനിന്റെ സന്ദേശം, ഖുർആനിന്റെ ആഹ്വാനം. വഹുവ ഇമാമുൽ ലികുല്ലി മൻ വുഫിഖ ലിമുജാഹദത്തി ശൈത്വാനി ഫീ ഹാദിഹി ശഹ്വത്തിൽ അളീമാ. വഹുവ ഇമാമുൽ ലികുല്ലി മൻ വുഫിഖ ലിമുജാഹദത്തി ശൈത്വാനി ഫീ ഹാദിഹി ശഹ്വത്തിൽ അളീമാ. നിന്റെ സ്വർഗം തകർക്കുന്ന ശാശ്വതമായ പാരത്രിക സൗഖ്യം, പരമാനന്ദം നശിപ്പിക്കുന്ന ഈ കാമവികാരം എന്ന് പറയുന്ന ദുസ്വഭാവത്തിന്റെ വിഷയത്തിൽ പിശാചിനോട് ഏറ്റുമുട്ടാൻ തൗഫീഖ് കിട്ടുന്ന ആളുകളുടെ ഇമാമാണ് യൂസുഫ് നബി അലൈഹിസ്സലാം. ഈ പ്രവാചകൻ നടന്ന വഴിയിലൂടെ നടന്നു നീങ്ങിയ ഒരുപാട് ഒട്ടനവധി ഇമാമുകൾ, മഹത്തുക്കൾ, ഔലിയാക്കൾ ഇസ്ലാമിക ചരിത്രത്തിൽ എമ്പാടുമുണ്ട്. ഒരു യൂസുഫ് നബി അലൈഹിസ്സലാം മാത്രല്ല, ആ പ്രവാചകന്റെ വഴിയിലൂടെ നടന്ന അനേകം ഔലിയാക്കൾ, ആരിഫുകൾ, ഇമാമുകൾ, അവരുടെയൊക്കെ ഖിസ്സകൾ, ചരിത്രങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. ഖുർആനിന്റെ വലിയ ഒരു ഭാഗം ഖസസുകളാണല്ലോ, ചരിത്രങ്ങളാണല്ലോ. ആ ചരിത്രങ്ങളിൽ നിന്ന് നമുക്ക് പാഠം പഠിക്കണം. ആ ചരിത്രങ്ങൾ അല്ലാഹു പറഞ്ഞതെന്താ? വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസ്വാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ. മുൻഗാമികളെ നിങ്ങൾ പഠിക്കുക, പ്രവാചകന്മാരെ പഠിക്കുക, സ്വഹാബത്തിനെ പഠിക്കുക, താബിഉകളെ പഠിക്കുക, അവരെ പിന്തുടർന്ന ഔലിയായിനെയും ആരിഫുകളെയും നിങ്ങൾ പഠിക്കുക, അവരുടെ ജീവചരിത്രം പഠിക്കുക. പഠിച്ചിട്ട് വല്ലദീന തബഊഹും ബിഇഹ്സാൻ, അവരൊക്കെ സഞ്ചരിച്ച ഇഹ്സാനിന്റെ മാർഗം നിങ്ങൾ പഠിക്കുകയും ആ മാർഗത്തിലൂടെ നിങ്ങൾ സഞ്ചരിക്കുകയും ചെയ്താൽ റളിയല്ലാഹു അൻ, അല്ലാഹുവിന്റെ പൊരുത്തം നിങ്ങൾക്കുണ്ട്. നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കും. നിങ്ങൾക്ക് വേണ്ടി സുന്ദരമായ സ്വർഗഗേഹങ്ങൾ അല്ലാഹു തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. ഖുർആൻ അതാണ് പഠിപ്പിച്ചത്. എത്രയെത്ര മഹാന്മാർ. ഇന്ന സുലൈമാൻ ഇബ്നു യസാരിൻ റഹിമഹുല്ലാഹ്, ആരിഫുകളിലെ പ്രസിദ്ധനായ സുലൈമാൻ ഇബ്നു യസാർ റഹിമഹുല്ലാഹ്, കാന മിൻ അഹ്സനിൻ നാസി വജ്ഹാ. സുലൈമാൻ ഇബ്നു യസാർ എന്ന ജ്ഞാനി സുന്ദരനായ സുമുഖനായ മഹാനായിരുന്നു. കണ്ടാലാരും ആശിക്കുന്ന നല്ല സൗന്ദര്യമുള്ള മനുഷ്യൻ. ഒരു ദിവസം ഫദഖലത് അലൈഹി ഇംറഅത്തുൻ, ആ മഹാൻ വീട്ടിൽ ഒറ്റക്കായിരിക്കെ നാട്ടുകാരിയായ ഒരു പെണ്ണ്, പിഴച്ച പെണ്ണ് സുലൈമാൻ ഇബ്നു യസാറിന്റെ വീട്ടിലേക്ക് ഓടി വരികയാണ്. ഓടി വന്നിട്ട് ആ മഹാനോട് പറയാൻ പാടില്ലാത്ത ഭാഷകൾ പ്രയോഗിക്കുകയും ആ മഹാന്റെ ചാരത്തേക്ക് ഓടി വരികയും ചെയ്ത രംഗം കണ്ട് ഫഖറജ ഹാരിബം മിൻ മൻസിലിഹി വതറകഹാ ഫീഹി. മഹാനായ സുലൈമാൻ ഇബ്നു യസാർ എന്ന മഹാന് അദ്ദേഹം വീട്ടിൽ നിന്നൊരൊറ്റ ഇറങ്ങിയിട്ടൊരു ഓട്ടം കണ്ടു വെച്ചു കൊടുത്തു. ഫഖറജ ഹാരിബം മിൻ മൻസിലിഹി, സ്വന്തം വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി. വതറകഹാ ഫീഹി, ആ പെണ്ണിനെ സ്വന്തം വീട്ടിലിട്ടിട്ട് ഓടി.
സന്ധ്യാസമയം, ആരും കാണാനില്ല, ആരും അറിയാനില്ല. ഒരു പെണ്ണിനെ പിടിച്ച് ബലാത്സംഗം ചെയ്യുകയല്ല, അവൾ ആവശ്യപ്പെട്ട് ആരുമില്ലാത്ത വീട്ടിലേക്ക് കടന്നു വന്ന് ക്ഷണിച്ചപ്പോ നമുക്കതിന് സാധിക്കണം. ആ സമയം റബ്ബിനെ കുറിച്ചുള്ള ഓർമ്മയുണ്ടാകണം. മഹാൻ ഓടിയിട്ട് കുറെ അകലേക്കോടി ക്ഷീണിച്ച മഹാൻ അവിടെ കിടന്നുറങ്ങുകയാണ്. ഉറങ്ങി പാതിരാത്രിയിൽ സുലൈമാൻ ഇബ്നു യസാർ ഞെട്ടി ഉണരുകയാണ്. വഖാല സുലൈമാൻ, ഈ ജ്ഞാനി പിന്നെ ലോകത്തോട് പറയുന്നു, ഫറഅയ്തു തിൽക്കൽ ലൈല ഫിൽ മനാമി യൂസുഫ് അലൈഹിസ്സലാം. ഞാൻ ആ പെണ്ണിന്റെ കെണിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി വീട് വിട്ടിറങ്ങി ഓടി ഒരു വിജനമായ സ്ഥലത്ത് ചെന്ന് ക്ഷീണിച്ചുറങ്ങിയപ്പോ ഞാൻ ഉറക്കിൽ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ സ്വപ്നം കാണുന്നു. വകഅന്നി അഖൂലു ലഹു അൻത യൂസുഫ്. ഞാൻ ചോദിക്കണം, ആ സൗന്ദര്യമൊക്കെ കണ്ടിട്ട് നിങ്ങളല്ലേ യൂസുഫ് നബി? ഫഖാല ലി, എന്നോട് മറുപടി പറയുന്നു, അന യൂസുഫുല്ലദീ ഹമംതു വഅൻത സുലൈമാനുല്ലദീ ലം തഹും. അതെ, ഞാൻ സുലൈഖയെ ഇഷ്ടപ്പെട്ട, എന്റെ മനസ്സൊരു വേള സുലൈഖയിലേക്ക് ചാഞ്ഞുപോയ യൂസുഫ ഞാൻ. ഖുർആൻ പറഞ്ഞല്ലോ, വലഖദ് ഹമ്മത് ബിഹി വഹമ്മ ബിഹാ ലൗലാ അർആ ബുർഹാന റബ്ബി. സുലൈഖ യൂസുഫിനെ പ്രാപിക്കാൻ മനസ്സിൽ പ്ലാൻ ചെയ്തു തീരുമാനിച്ചുറച്ചു. വഹമ്മ ബിഹാ, യൂസുഫാണെങ്കിൽ സുലൈഖയെയും കൊതിച്ചിരുന്നേനെ. ലൗലാ അർആ ബുർഹാന റബ്ബി, പടച്ചവന്റെ ദൃഷ്ടാന്തം കണ്ടില്ലായിരുന്നുവെങ്കിൽ. പടച്ചവന്റെ ദൃഷ്ടാന്തം കണ്ടുകൊണ്ട് യൂസുഫ് നബി അലൈഹിസ്സലാം രക്ഷപ്പെട്ടു. അപ്പൊ യൂസുഫ് നബി പറയുന്നത് എന്താ? അല്ല എന്നെ അവിടുന്ന് അങ്ങോട്ട് പൊക്കി രക്ഷപ്പെടുത്തിയോണ്ട് ഞാൻ കഴിച്ചിലായി. അങ്ങനെ കഴിച്ചിലായ യൂസുഫാണ് ഞാൻ. നീയോ അങ്ങനെയൊരു ബുർഹാനോ നബുവത്തോ ഒന്നുമില്ലാത്ത നിലയ്ക്ക് ആ പെണ്ണിന്റെ ഉപദ്രവത്തിൽ നിന്ന് പടച്ചവനെ ഓർത്ത് ഭയന്ന് രക്ഷപ്പെട്ട ആളാണു നീ. ഇമാം ഗസാലി റഹിമഹുല്ല ഈ മഹാൻ സുലൈമാൻ ഇബ്നു യസാറിന്റെ ഇതിലേറെ ആശ്ചര്യം നിറഞ്ഞ ഒരു ഖിസ്സ പറയുന്നുണ്ട്. വറുവിയ അയ്ലൻ അൻഹു മാ റവ അൻഹു റളിയല്ലാഹു അൻ സുലൈമാൻ ഇബ്നു യസാർ അന്നഹു ഖറജ മിനൽ മദീനത്തി ഹാജൻ. ഒരിക്കൽ മദീനയിൽ നിന്ന് ഹജ്ജിന് വേണ്ടി മക്കയിലേക്ക് പുറപ്പെട്ടു സുലൈമാൻ ഇബ്നു യസാർ. മദീനയിലാണ് താമസം. അവിടെ നിന്ന് മക്കയിലേക്ക് പുറപ്പെട്ടു. വമഅഹു റഫീഖുൻ ലഹു, സുലൈമാൻ ഇബ്നു യസാർ എന്ന ജ്ഞാനിയുടെ കൂടെ ആത്മമിത്രമായ ഒരു കൂട്ടുകാരൻ സഹയാത്രികനായിട്ടുണ്ട്. രണ്ടാളും പോവാണ്. മദീനയിൽ നിന്ന് പുറപ്പെടുന്നു, മക്കയിലേക്കാണ് പോകുന്നത്. ഹത്താ നസലാ ബിൽ അബവാ, മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ള അബവ എന്ന സ്ഥലത്തെത്തിയപ്പോ രണ്ടുപേരും താൽക്കാലിക വിശ്രമത്തിന് വേണ്ടി ഹൈമ കെട്ടി, ടെന്റ് കെട്ടി, തമ്പ് കെട്ടി. അങ്ങനെയാണല്ലോ അക്കാലത്തെ യാത്ര. ലോഡ്ജുകളില്ലാത്ത, താമസ സൗകര്യമില്ലാത്ത പൗരാണിക യുഗത്തിൽ അന്നു യാത്രക്കിടയിൽ സൗകര്യമുള്ള സ്ഥലത്ത് ടെന്റ് കെട്ടലായിരുന്നു. അങ്ങനെ രണ്ടുപേരും അവിടെ ചെറിയ ഒരു ഷെഡൊക്കെ കെട്ടി. കൂട്ടുകാരൻ പട്ടണത്തിലേക്ക് ഭക്ഷണം വാങ്ങാൻ പോയി. സുലൈമാൻ ഇബ്നു യസാറിന്റെ ലക്ഷ്യം അള്ളാഹുവിന്റെ കഅബയാണ്, ബൈത്തുള്ളയാണ്, ഹജ്ജാണ്. മക്കയിലേക്കുള്ള യാത്രയാണ് ലക്ഷ്യം. ആ ലക്ഷ്യത്തോടെ യാത്രക്കിടയിൽ താൽക്കാലിക വിശ്രമത്തിന് വേണ്ടിയാണ് ടെന്റ് കെട്ടിയത്. ആ തമ്പിൽ സുലൈമാൻ ഇബ്നു യസാർ ഇരിക്കുന്നു. സ്നേഹിതൻ അങ്ങാടിയിലേക്ക് ഭക്ഷണം വാങ്ങാൻ പോയിരിക്കുന്നു. ആ സമയം ഫബസുറത്ത് ബിഹി അഅറാബിയത്തുൻ മിൻ ഖുല്ലത്തിൽ ജബലി, പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് ഒരു ഗ്രാമീണ പെണ്ണ്, ഒരു യുവതി മഹാനായ സുലൈമാൻ ഇബ്നു യസാറിനെ കാണുന്നു. വല്ലാത്ത സുന്ദരനാണ് സുലൈമാൻ റഹിമഹുല്ല. ഗ്രാമീണ വനിത ആ മഹാനെ കണ്ട് ഫൻഹദറത് ഇലൈഹി, ആ മനുഷ്യന്റെ ടെന്റിന്റെ ചാരത്തേക്ക് വന്നിട്ട് പറഞ്ഞു, പ്രിയപ്പെട്ടവനെ, നിങ്ങൾ എന്നെ പരിഗണിക്കണം, നിങ്ങൾ എന്നെ മാനിക്കണം, ദയവായി എന്നെ കണ്ടില്ലെന്ന് ധരിച്ച് എന്നെ നിരാശയാക്കി തിരിച്ചുവിടരുത്, എന്നെ പരിഗണിക്കണം. സുലൈമാൻ ഇബ്നു യസാർ ഫളന്ന അന്നഹാ തഖ്സിദു തആമൻ, അവൾ ഭക്ഷണത്തിന് വേണ്ടി വന്ന ഭിക്ഷപ്പെണ്ണാണെന്നാണ് മനസ്സിലാക്കിയത്. അവളുടെ ഭാഷയും